എന്തൊക്കെയാണ് ചങ്ങായിമാരെ സുഖല്ലേ? ഇന്നിപ്പോ ഞായറാഴ്ച ഉണ്ട്. അപ്പൊ ഓട്ടോറിക്ഷ ഒന്ന് ഓടാൻ ഇറങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് തന്നെ കൊളപ്പുറത്ത് കിട്ടിട്ടോ. കൊളപ്പുറത്ത് നിന്ന് ഓട്ടം കഴിഞ്ഞാണ് ഇങ്ങനെ തിരിച്ചു വരാട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോൾ VKP എത്താനായി NH66 ചൊറുക്കൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരിക. അങ്ങനെ മമ്പർ റോഡിന്റെ ജംഗ്ഷനിൽ എത്തിട്ടാ. നമ്മളെ സ്റ്റാൻഡിൽ മമ്പർ റോഡ് റാഹ ഹെൽത്ത് കെയറിന്റെ എടുത്താട്ടാ. ഓട്ടൊന്നും ചേട്ടാ, സ്റ്റാൻഡൊക്കെ ഫുള്ളാണ്. ഇതാ സിറാജ് പറഞ്ഞു ഒന്നുമില്ലാന്ന് അവൻ പറയും. വേറെ ഒരു വണ്ടിയിൽ കാണാൻ ചേട്ടാ. അപ്പുറത്ത് നോക്കിയപ്പോൾ അങ്ങനെ പൂച്ചിയോലൊക്കെ അവിടെ ഇരിക്കണം. സിദ്ദിഖാക്കൊക്കെ ഒരു ഫോൺ ട്രിപ്പ് വന്ന് മൂപ്പര് പോയിട്ടാ. അങ്ങനെ ഇവരെടുത്ത് വന്ന് ഇവരോട് ചോദിച്ചു പറഞ്ഞു രാവിലെ ഇരിക്കണ ഇരുത്താണ്, ഓട്ടൊന്നും ഇല്ലാന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ട്രിപ്പ് പോയിട്ടാ. തിരങ്ങാടി MKHന്റെ ഭാഗത്തേക്ക്. ഇതാ MKH ഹോസ്പിറ്റലിന്റെ അവിടെ ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ തിരങ്ങാടിയിൽ ഈ ഒരു പള്ളി കണ്ടപ്പോൾ അതൊരു വീഡിയോയിലാണ്ട് ഉൾപ്പെടുത്താൻ വിചാരിച്ചു. പിന്നെ യാറ ഹൈപ്പർ മാർക്കറ്റിന്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ മമ്പുറത്തെത്തി. മമ്പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഏതായാലും ട്രിപ്പ് പോയി വരുന്ന വരവല്ലേ, വണ്ടിയിൽ ആളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ പോയിന്റെ ഭാഗങ്ങളൊക്കെ എത്തിയപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ചകൾ ഇട്ടാ. മമ്പുറ മക്കാമ ഇതിൽ ഞാനത് ഉൾപ്പെടുത്തി. നിങ്ങൾ കണ്ടോളി. ഞങ്ങൾ സ്റ്റാൻഡിന് ഏറ്റവും കൂടുതൽ ട്രിപ്പ് ഇടുന്ന ഒരു ഭാഗമായിട്ട് ഈ മമ്പുറ മക്കാം ഏരിയ. മഴയൊക്കെ കഴിഞ്ഞോടി നല്ല പിടുത്തമിട്ട വെയിലാണ്, നല്ല ദാഹമുണ്ട്. നേരെ നമ്മളെ കോയക്കാന്റെ ജ്യൂസ് കടിക്കാണ്. കോയക്കാന്റെ ജ്യൂസ് കട എടുക്കുന്നത് നമ്മളെ മമ്പുറം വെട്ടത്ത് പുതിയ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. നല്ലൊരു തണലത്ത് അടിപൊളിയായിട്ടുള്ള സ്ഥലത്താണ് കോയാക്കുള്ളത്. കോയക്കാന്റെ ജ്യൂസിന് പ്രത്യേകത ഉണ്ട്. ഇരുമ്പിന്റെ മെഷീൻ അല്ല കേട്ടോ, നല്ല സ്റ്റീലിന്റെ മെഷീനാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ജ്യൂസിൽ പൊടിയും പൊട്ടും ടെൻഷൻ ഒന്നും വേണ്ട. നല്ല വൃത്തിയുള്ള ജ്യൂസ് തന്നെ നമുക്ക് കരിമ്പ് ജ്യൂസ് ആണ് കിട്ടും. കരിമ്പ് ജ്യൂസ് തന്നെ നമുക്ക് ഫ്രഷ് ആണല്ലോ കിട്ടേണ്ടത്. അപ്പൊ തന്നെ അടിച്ചാണ്ട് കോയക്കന്റെ കൈക്കൊക്കെയാണ് തന്നിട്ടാ. ഞാനത് കുടിച്ചു, അടിപൊളി സാധനട്ടാ. ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ചെറുനാരങ്ങയും കൂടി വെച്ചുകാണ്ട് മൂപ്പര് ജ്യൂസാണ് തന്നപ്പോ ജ്യൂസ് കുടിച്ചപ്പോ ഒരു രക്ഷയില്ലട്ടോ, അടിപൊളിയാണ്. അങ്ങനെ കോയക്കാക്ക് ടാറ്റിങ് കൊടുത്താണ് ഞാൻ അവിടുന്ന് പോകുന്നത്. നേരെ നമ്മളെ വിക്കപ്പെട്ടില്ല റിലാക്സിൽ പോയി ഷീക്കും ചതൊക്കെ ഓരോ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാണ്ട് നേരെ പെരിക്കാണ്ട പോണ്ട്. അപ്പൊ സ്റ്റാൻഡിൽ വണ്ടി ഇഞ്ഞുണ്ട്. നട്ടുച്ചായി ഞാൻ പോയി ചോറ് വെച്ചിട്ട് അമ്മക്ക് നേരെ ഐസ്ക്രീമും കൊടുത്താണ്. പെരിയിൽ വന്നപ്പോ ഇവിടെ ഇവിടെ ആളെ കാണാനില്ല. ഇവിടെ നോക്കിയപ്പോ ഇവിടെ കെടുക്കാണ് വലുട്ടോ. ഗെയിമും കളിച്ചിക്കാണ്ട് ഏതായാലും സാധനം കിട്ടിയപാട് ഓലാണ് ചിരിച്ചിക്കാണ്ട് നീച്ചി. അങ്ങനെ ഞായറാഴ്ച ഉച്ചായിട്ടാ. ഇനിയിപ്പോ ഐസ്ക്രീം വിതരണം കഴിഞ്ഞാൽ ചോറ് തിന്നാട്ടാ. ചോറ് വെച്ചിക്കാണ്ട് വീണ്ടും സ്റ്റാൻഡിൽ തന്നെ പോകണം, കാരണം സ്കൂളില്ലല്ലോ. അപ്പൊ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്താലേ. ഓക്കെ, ബൈ ബൈ.